വിശ്വാസത്തിൻ്റെ അഭിമാന സാക്ഷ്യം, വിമോചനത്തിൻ്റെ പാരമ്പര്യം എന്ന പ്രമേയത്തിന് കീഴിൽ ഈ വരുന്ന 21, 22 തീയതികളിൽ എറണാകുളം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലും മറൈൻ ഡ്രൈവിലുമായി നടക്കുന്ന സോളിഡാരിറ്റി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച യൂത്ത് കാരവനാണ് ഇന്ന് തലശ്ശേരിയിലെത്തിയിട്ടുള്ളത്. ഇസ്ലാമോഫോബിയ ക്രിമിനലൈസ് ചെയ്യുക, ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളീയ പൊതുസമൂഹത്തിന്, ഇന്ത്യൻ പൗരസമൂഹത്തിന് വരും കാലങ്ങളിൽ എന്തു വന്നാലും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇത് എന്ന് അങ്ങേയറ്റത്തെ ബോധ്യത്തോടു കൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഇസ്ലാം ഭീതി, മുസ്ലിം പേടി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാൻ പറ്റുന്ന ഇസ്ലാമോഫോബിയ അടച്ചിട്ട മുറികളിൽ, അക്കാദമിക വ്യവഹാരങ്ങളിൽ കുറേ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തു പോരുന്ന ഒരു പദമാണ്. എന്നാൽ അടച്ചിട്ട മുറികൾക്കപ്പുറമായി സാമൂഹിക യാഥാർത്ഥ്യമായി, ഗുരുതരമായ സാംക്രമിക രോഗമായി, സമൂഹത്തെ കാർന്നു തിന്നുന്ന അർബുദമായി ഇസ്ലാമോഫോബിയ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കാർക്കും നിരാകരിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമോഫോബിയയെ ചൊല്ലി ഐക്യരാഷ്ട്രസഭ വരെ പ്രമേയം പാസാക്കിയ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാർച്ച് 15 ലോകമെമ്പാടുമുള്ള ആളുകൾ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ഒബ്സർവ് ചെയ്യണമെന്നാണ് ഏറ്റവും അവസാനം UN തീരുമാനിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര വേദി ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുന്നതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്നുള്ളത് ക്ഷണനേരത്ത് ഏതെങ്കിലും പ്രതികരണത്തിന് മേലുള്ള ഒരു പ്രമേയമായി മനസ്സിലാക്കാൻ നമുക്ക് എന്തു വന്നാലും സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ലോകരാജ്യങ്ങൾ ഒരു യാഥാർത്ഥ്യമായി ഇസ്ലാമോഫോബിയയെ മനസ്സിലാക്കിയിരിക്കുന്നു. UK പോലെ, US പോലെയുള്ള വലിയ ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്ന, ലിബറൽ ഡെമോക്രസിയുടെ പ്രയോക്താക്കൾ എന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങൾ പോലും ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നിയമങ്ങളുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ വംശീയ ഉന്മൂലനം തങ്ങളുടെ ആത്യന്തിക ആദർശമായി വിശ്വസിക്കുന്ന ഒരു സംഘപരിവാർ ഭരണരഥത്തിലുള്ള ഒരു സമയത്ത് ആ ഭരണകൂടത്തോട് നമ്മൾ ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് ചിലരെങ്കിലും സംശയത്തോടു കൂടി ചോദിച്ചേക്കാം. ഒരേ സമയം സംഘപരിവാർ കൈയാളുന്ന ഭരണകൂടത്തോടും അതേസമയം ഇന്ത്യൻ ഭരണഘടന ജാമ്യം നിൽക്കുന്ന പൗരന്റെ അവകാശത്തിനുമേൽ ആ ഭരണഘടനയോട് കൂറുപുലർത്തുന്ന പൗരസമൂഹത്തോടും ഈ പ്രമേയം ഉന്നയിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കാരവൻ ഒരു പൊതുജന അഭിപ്രായ രൂപീകരണ യാത്ര കൂടിയാണ്. തിരുവനന്തപുരത്ത് ഈ യാത്രയെത്തുമ്പോൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇതിനെ ഒരു വലിയൊരു വിഷയമാക്കി കഴിയാം എന്നുള്ള ആഗ്രഹത്തേക്കാൾ വരും കാലങ്ങളിൽ നമ്മളുടെ പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കേണ്ടുന്ന ഒരു ആവശ്യമായി, നേരത്തെ സ്വന്തം ചരിത്രത്തിന്റെ ഭാഗമായി സോളിഡാരിറ്റി സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ കാമ്പ് പോലെ തന്നെ പ്രധാനമായ ഒരു ഉന്നയിക്കലായി, ആഹ്വാനമായി ഈ പ്രമേയത്തെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുകയാണ്.
ഇന്നലെ കാസർഗോഡ് ചൂരി മഹല്ല് സന്ദർശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. ചൂരിയിലെ മദ്രസ അധ്യാപകനായ പള്ളി ജീവനക്കാരനായ റിയാസ് മൗലവിയുടെ ഷഹാദത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ റൂം, അദ്ദേഹത്തിൻ്റെ മുറി ഞങ്ങൾ സന്ദർശിച്ചു. എന്താണ് താൻ കൊല്ലപ്പെടാനുണ്ടായ കാരണമെന്ന് ഒരർത്ഥത്തിലും മനസ്സിലാകാതെ ധീരമായ ഷഹാദത്തിന് വഴങ്ങേണ്ടി വന്ന ഷഹീദ് റിയാസ് മൗലവിയെ പോലെയുള്ള അനേകം പേർ, കാസർഗോഡ് തന്നെയുള്ള ഫഹദ് എന്ന് പറയുന്ന ഒരു മദ്രസ വിദ്യാർത്ഥി, നേരത്തെ തന്നെ ചൂരി മഹലിൽ കൊല്ലപ്പെട്ട റിഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എന്താണ് തങ്ങൾ കൊല്ലപ്പെട്ടതിന് പിന്നിലുള്ള കാരണമെന്നറിയാൻ ഒരവകാശവുമില്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്രയായവർ. നമ്മൾ ഉത്തരേന്ത്യയെ കുറിച്ച് ഉദാഹരണ സഹിതം കൂടെ സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് ഉദ്ധരിക്കാറുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാസർഗോഡ് നിന്ന് ഒരു യാത്ര തുടങ്ങുമ്പോൾ കാസർഗോഡ് തന്നെ നമുക്ക് നടന്നു തീർക്കാനുള്ള പ്രദേശങ്ങൾ തികയാതെ വരുന്ന ഒരു സന്ദർഭം, ഒരേ സമയം സംഘപരിവാറിനെ രാഷ്ട്രീയമായി എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോലും സംഘപരിവാർ യുക്തി എത്ര പെട്ടെന്നാണ് വിലയോടുകൂടി പർച്ചേസ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സംഘപരിവാറിനെ രാഷ്ട്രീയപരമായി എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് കേരളം. സംഘപരിവാർ നിയമസഭയിലില്ല, ഞങ്ങൾ അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി ചിലരെങ്കിലും അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായി സംഘപരിവാറിനെ എതിർക്കുമ്പോഴും സാംസ്കാരികമായി സംഘിന്റെ യുക്തി എങ്ങനെയാണ് ഇവിടത്തെ പൊതുസമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ഇവിടത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും, ഇവിടത്തെ പൊതുജനാഭിപ്രായ രൂപീകരണ സാധ്യതയുള്ള എല്ലാ ഗ്രൂപ്പുകളും വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അവരോട് ആവശ്യപ്പെടുകയാണ്. സംഘപരിവാറിന് സമാനമായ ഇസ്ലാമോഫോബിയ ആർക്കെങ്കിലും ഉണ്ട് എന്ന് സോളിഡാരിറ്റി പറയുന്നില്ല. സംഘപരിവാർ വിശ്വസിക്കുന്ന ഇസ്ലാമോഫോബിയ ഒരേ സമയം ലക്ഷ്യവും ഒരേ സമയം മാർഗവുമാണ്. സംഘപരിവാറിന്റെ ലക്ഷ്യമെന്നുള്ളത് എക്സ്റ്റർമിനേഷനാണ്. സംഘപരിവാർ കാണുന്നത് വംശീയ ഉന്മൂലനത്തിന്റെ ആത്യന്തികമായ ചുവടുകളെ കുറിച്ചുള്ള സ്വപ്നമാണ്. സംഘപരിവാർ ലക്ഷ്യം വെക്കുന്ന രാജ്യം എന്ന് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത് നിർമ്മാണാത്മകമായ രചനാത്മകമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പനങ്ങളിൽ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു രാജ്യമല്ല, മറിച്ച് സംഹാരാത്മകമായ, എല്ലാറ്റിനെയും തച്ച് തകർക്കുന്ന, എല്ലാ വൈവിധ്യങ്ങളെയും നിരാകരിക്കുന്ന, വ്യത്യസ്തതകളെ അഭിമുഖീകരിക്കാത്ത, രാജ്യത്തിന്റെ മതവൈവിധ്യങ്ങളെയും ഭാഷാ വൈവിധ്യങ്ങളെയും സാംസ്കാരിക വൈജാത്യങ്ങളെയും അംഗീകരിക്കാത്ത, വളരെ മോണോലിത്തിക്കായ ഏകശിലാത്മകമായ ഒരു രാജ്യത്തെയും സംവിധാനത്തെയുമാണ് സംഘപരിവാർ സ്വപ്നം കാണുന്നത്. ആ നിലയിൽ ചിന്തിക്കുകയും ആ നിലയിൽ മുസ്ലിം വിരോധം പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട് എന്ന് ഒരു മുസ്ലിമും അതിനെക്കുറിച്ച് കരുതുന്നില്ല. എന്നാൽ സംഘപരിവാറിന് ഇത്രമേൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചും സംഘപരിവാർ എങ്ങനെയാണ് അധികാരത്തിലേറുന്നത് എന്നുള്ളതിന്റെ യുക്തിയെക്കുറിച്ചും നമ്മൾ ഗൗരവത്തിൽ തന്നെ ആലോചിക്കണമെന്നാണ് സോളിഡാരിറ്റിക്ക് പറയാനുള്ളത്. എന്താണ് നമ്മൾ കൂടെ വിമർശിക്കാറുള്ള, കൂടെ ഐക്യരാമായണം അപലപിക്കാറുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധപ്പെടുത്തി RSSനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന യാഥാർത്ഥ്യം എന്താണ്? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ISIS അടക്കമുള്ള, അതല്ലെങ്കിൽ ബൊക്കോ ഹറാം അടക്കമുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ RSSനെ പറയാറുള്ളത്. മുസ്ലിം സംഘടനകളെ കുറിച്ചോ മുസ്ലിം സംഘടനാ നേതാക്കളെ കുറിച്ചോ, എന്തിന് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന മുസ്ലിം പ്രൊഫൈലുകളെ കുറിച്ചോ പോലും നമ്മൾ കേൾക്കാറും കാണാറുമുള്ള വിശേഷണം എന്നുള്ളത് ISISകാർ എന്നുള്ള പേരിലാണ്, IS അനുകൂലികൾ എന്നുള്ള പേരിലാണ്.
ലോകത്തേത് പണ്ഡിതവേദിയാണ്, ലോകത്തേത് മതസംഘടനയാണ്, ലോകത്തേത് ഇസ്ലാമിക പ്രസ്ഥാനമാണ് ISIS പ്രമാണപത്രം നൽകി അടിയൊപ്പ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ സംഘടനയെ പോലും നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ISIS ബന്ധപ്പെടുത്തി RSSന്റെ സമീകരണം ഒത്തുപോകുന്നതല്ല എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ RSS ആകട്ടെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ്. RSS ഭരണസാരഥ്യത്തിൽ തുടരുന്നത് ഇവിടത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. ലോക്സഭയിലും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും രാജ്യസഭയിലും അവരുടെ അംഗങ്ങളുള്ളത് ജനാധിപത്യ പ്രക്രിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ISIS എന്ന് പറയുന്ന ഒന്ന് ലോകത്തെവിടെയും ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പേരല്ല. എന്നാൽ RSS എന്നാൽ ജനാഭിപ്രായ രൂപീകരണ പ്രകാരം ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണെന്ന് വരുമ്പോഴാണ് ഈ ഭീകരത ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുമ്പിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ISIS വലിയ, അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ക്രിമിനൽ സംഘത്തെ, അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ യുക്തിയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന ഒരു ഐഡിയോളജിയായി RSS നമ്മൾ പരിചയപ്പെടുത്തേണ്ടി വരുന്നു. ലോകത്തേതെങ്കിലും ഒരു സംഘം ഈ ലോകത്തെ ഒരു സമുദായവും സമൂഹവും ഉന്മൂലനം ചെയ്യപ്പെട്ട് കാണണമെന്നോ അവർ ഭൂമിയിൽ നിന്ന് നിർമൂലനം ചെയ്യപ്പെടണമെന്ന് തികച്ചും നിഷ്കാസിതരാകണമെന്ന് കരുതുന്ന ഒരേ ഒരു സമൂഹം അവർ ഭരണകൂടത്തിന്റെ രൂപത്തിൽ തുടരുന്നത് ഇങ്ങ് നമ്മൾ പറയുന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിലാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് RSSനെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ, നരേന്ദ്രമോദിയെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ, അമിത്ഷയെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ, യോഗി ആദിത്യനാഥിന്റെ വിടുവായത്തങ്ങളെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ ഇവരെ നേതാക്കളാക്കി വെച്ചിട്ടുള്ള ജനതയെ അഭിമുഖീകരിക്കാൻ ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അരുന്ധതി റോയിയെ പോലെയുള്ള സാമൂഹിക നിരീക്ഷകർ പറയുന്നത് അമേരിക്കയിൽ നിങ്ങൾക്കൊരു ഡൊണാൾഡ് ട്രംപ് വന്ന് ഡൊണാൾഡ് ട്രംപ് പോയാൽ തീരാവുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇന്ത്യയിൽ അത് നരേന്ദ്രമോദി മാറി ഏതെങ്കിലും ഒരു പകരം മുഖം വന്നാൽ തീരാവുന്ന ഒരു പ്രശ്നത്തിന്റെ പേരല്ല. ഏതൊരാളെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും പ്രധാനമന്ത്രിയായി വന്നാൽ തീരാവുന്ന ഭരണമാറ്റത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ഒരു ജനത തന്നെ ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്. ഒരു ജനത തന്നെ ഇവിടെ ബോധപൂർവം നിർമ്മിച്ചെടുക്കുകയാണ്. ആ നിർമ്മിച്ചെടുക്കുന്നതിന്റെ വെള്ളവും വളവും ഊർജവുമായി ഇസ്ലാമോഫോബിയ ഉപയോഗിക്കപ്പെടുകയാണ്. മുസ്ലിം ഭീതി ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന വികസന സൂചികകളുടെ ഭാഗമായി നിലനിൽക്കുന്ന കാര്യങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ ആ നിലയിൽ തന്നെ വോട്ട് പിടിക്കാമെന്നും ഭരണസാരഥ്യത്തിൽ തുടരാമെന്നും വേണ്ടി വന്നാൽ തങ്ങൾ സ്വപ്നം കാണുന്ന ഒരു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് സഞ്ചരിക്കാമെന്നും അതിനെക്കുറിച്ച് കരുതുന്ന ഒരവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഭീതിയും ഇസ്ലാം പേടിയും ഇസ്ലാമോഫോബിയയും എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാതെ ഇന്ത്യൻ സമൂഹത്തിന് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്ന ഉദാഹരണങ്ങളിൽ, നമ്മളുടെ മുമ്പിൽ വരുന്ന സംഭവങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വിഷയകമായി ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളിലേക്ക് അടിവരയിടുന്ന കാര്യങ്ങളാണ്. ഇന്ത്യൻ ജനസമൂഹത്തെ സംബന്ധിച്ച് അവരുടെ വൈവിധ്യങ്ങളെ, അവരുടെ ഭാഷാ വൈജാത്യങ്ങളെ, വ്യത്യസ്തതകളെ എല്ലാ തരത്തിലും അഭിമുഖീകരിച്ച ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടന എന്നുള്ള നിലയിൽ ഓരോ പൗരനും, ഓരോ വ്യത്യസ്ത സമുദായങ്ങൾക്കും, ഓരോ മതസമൂഹത്തിനും ആ ഭരണഘടന ചില കാര്യങ്ങൾക്ക് ജാമ്യം നിൽക്കുന്നുണ്ട്. ആ ജാമ്യങ്ങൾ ആ ഒരു കരാർ എന്നുള്ള നിലയിൽ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മാത്രയിലാണ് ഈ രാജ്യം എന്ന് പറയുന്ന ആശയത്തിൽ എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നിലനിന്നു പോകുന്നത്.
എന്നാൽ ആ കരാർ അട്ടിമറിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഈ ഭരണഘടനാ അവകാശങ്ങൾക്ക് നിങ്ങൾ അർഹരല്ല എന്ന് വെളുക്ക ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടത്തെ പൗരസമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചെടുക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഗൗരവത്തിൽ അടിയന്തരമായി ആലോചിക്കണമെന്നാണ് ഈ സംഘപരിവാർ കുബുദ്ധികളോട് പോലും നമുക്ക് പറയാനുള്ളത്. ഡെമോക്രസി എന്ന് പറയുന്ന ഒരാശയത്തെ കുറിച്ചാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അടയാളപ്പെടുത്തി നമ്മൾ സംസാരിക്കാറുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്നാണ് ഇന്ത്യയെ കുറിച്ച് പറയാവുന്ന ഏറ്റവും പ്രഥമമായ നിർവചനം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് തന്നെ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് ഇടിവ് പറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനാധിപത്യം എന്ന് പറയുന്ന ആശയം നിയമസഭയിലേക്ക് നിയമസഭാ സാമാജികരെയും ഒരു മുഖ്യമന്ത്രിയെയും, അതല്ലെങ്കിൽ ലോക്സഭയിലേക്ക് MP-മാരെയും തുടർന്ന് പ്രധാനമന്ത്രിയെയും തെരഞ്ഞെടുക്കുന്ന ഇലക്ടോറൽ പ്രോസസ്സിന്റെ പേരാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു ഇലക്ഷൻ പ്രോസസ്സിന്റെ പേരാണ്. ജനാധിപത്യം എന്നുള്ളത് മഹത്തായ ജനസമൂഹങ്ങളുടെ സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും അപരന് നേരെയുള്ള വിശാലമായ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരായിട്ടാണ് നമ്മളുടെ ഭരണഘടന അസംബ്ലി പോലും അതിനെക്കുറിച്ച് നിർവചിച്ചിട്ടുള്ളത്. ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട് റെവറൻസ് ആൻഡ് റെസ്പെക്ട് ടുവേർഡ്സ് ദ ഫെലോ സിറ്റിസൺ എന്നാണ് നമ്മളുടെ ഭരണഘടനാ ഡിബേറ്റിൽ പ്രഥമമായി ഡെമോക്രസി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. തൊട്ടടുത്തുള്ളവനോട് ആദരവും ബഹുമാനവും കാണിക്കാൻ സാധിക്കുന്ന ആ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അന്തരീക്ഷത്തെ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അങ്ങനെ എന്ന് വരുമ്പോൾ നമ്മൾ തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കുമെന്ന് പറഞ്ഞാലോചിക്കുന്നതിനേക്കാൾ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രഥമ നിർവചനം തന്നെ നമുക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നാണ് വളരെ ഗൗരവകരമായി ആലോചിക്കേണ്ടത് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമുക്കിടയിൽ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഡെമോക്രസിയെക്കുറിച്ചുള്ള ആശങ്കകൾ ജനാധിപത്യത്തെക്കുറിച്ച് എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മളുടെ ഭരണഘടനാ ശില്പികൾ ഇരുന്ന് ആലോചിച്ചത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. കാരണം ജനാധിപത്യം എന്നുള്ളത് ഇരുതോണികളായി ഇരുവശങ്ങളിലേക്കും മറിയാവുന്ന ഒരു തോണിയായി തന്നെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരാശയമാണ്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം തീരുമാനിക്കപ്പെടുന്നത് കമ്മ്യൂണൽ മെജോറിറ്റി ആയിട്ടാണോ പൊളിറ്റിക്കൽ മെജോറിറ്റി ആയിട്ടാണോ എന്നുള്ളത് വളരെ ഇരുന്നാലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യയിൽ ഇന്നതൊരു പൊളിറ്റിക്കൽ മെജോറിറ്റി അല്ല, രാഷ്ട്രീയ ഭൂരിപക്ഷ ഹിതത്തിന്റെ
പൊളിറ്റിക്കൽ മെജോറിറ്റിയും കമ്മ്യൂണൽ മെജോറിറ്റിയും, ഈ രണ്ടാശയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ചർച്ച ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുന്ന പ്രഥമ നിമിഷത്തിൽ തന്നെ ഭരണഘടനാ ശില്പികൾ നടത്തുന്നുണ്ട്. ഭൂരിപക്ഷഹിതം നടപ്പാക്കപ്പെടുക എന്നുള്ളത് ഏതെങ്കിലും വിധേനയായാൽ, ഏതെങ്കിലും മതസമൂഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ചാകുന്നൊരവസ്ഥയുണ്ടായാൽ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനാശയമായ പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന് പറയുന്ന ഒന്ന് അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ആ നിലയിൽ ആലോചിക്കുമ്പോൾ ഇന്ന് ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റിയാണോ, അതിനടിസ്ഥാനപ്പെടുത്തിയ ഒരു മാൻഡേറ്റ് ലഭിച്ച ഒരു ഭരണകൂടമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ തീർത്തും സംശയരഹിതമെന്നേ നമുക്ക് പറയാൻ സാധിക്കും, അതൊരു കമ്മ്യൂണൽ മെജോറിറ്റിയാണ്. ഒരു വിഭാഗത്തിനുമേലുള്ള വിദ്വേഷവും വെറുപ്പും ദേഷ്യവും അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ആക്രോശവുമെല്ലാം ഇന്ധനമാക്കിയും കൈമുതലാക്കിയും മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടർ നിർമ്മിച്ചെടുത്ത കൽപ്പിത ഭൂരിപക്ഷത്തെയാണ് ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നതിനുള്ള മാൻഡേറ്റായി നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരേ സമയം RSSനെ കുറിച്ച് പറയുന്നതോടൊപ്പം RSSനെ ഈ ലോകത്തെ ഏറ്റവും വലിയ വളണ്ടിയർ സംഘടനയായി കാണുന്ന, അവർക്കുമേൽ സമർപ്പിച്ച് ജീവിക്കേണ്ടതും മഹാനായ ഭരണാധികാരിയായി ഇവരെല്ലാം ഉദ്ഘോഷിക്കപ്പെടേണ്ടവരാണെന്ന് കരുതുന്ന ജനതയോട് സംസാരിക്കാനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നു, ഇപ്പോഴും 40% മാത്രമാണ് BJPക്കും RSSനും മാൻഡേറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന്. പക്ഷെ അപ്പോൾ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യ പോലെയുള്ള പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ജനാധിപത്യത്തിൽ, പ്രപ്പോഷണറി ജനാധിപത്യം പരക്കെ ദുർബലമാക്കപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ 40% എന്നുള്ളത് തന്നെ ഇതിനെ അരക്കിട്ടുറപ്പിക്കാൻ പറ്റുന്ന, ദീർഘകാലം തുടർത്താൻ പറ്റുന്ന ഒരു മാൻഡേറ്റാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു ആപത്തിന്റെ പേരാണ് RSS എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ലഘൂകരിച്ച് കാണുന്നുണ്ടെങ്കിൽ, വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ, നിസ്സാരമട്ടിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പൗരസമൂഹം ജാഗ്രതാകേണ്ടതുണ്ട് എന്നുകൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് ഇത്ര വലിയ വിദ്വേഷം, എന്താണ് ഇത്ര വലിയ കുടിപ്പകക്ക് കാരണം എന്നുള്ളതിനെ കുറിച്ച് ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ പറയാൻ ബാധ്യസ്ഥമായ ഒന്നാണ്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പോലും. ഈ അടുത്ത് കേട്ട ഒരു ഹിന്ദി കവിതയുണ്ട്, നഫറത്തോ കാ അസർ ദേക്കോ ജാൻവറോ കാ ബട്ടുവാര ഹോ ഗയാ. നഫറത്തോ കാ അസർ ദേക്കോ, നിങ്ങൾ വെറുപ്പിന്റെ ആഴത്തെ നോക്കൂ. ജാൻവറോ കാ ബട്ടുവാര ഹോ ഗയാ, മൃഗങ്ങൾ പോലും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഗായ് ഹിന്ദു ഹോ ഗയി, ഇന്ന് പശു എന്നാൽ ഹിന്ദുവാണ്. പശു നമുക്ക് എന്ത് തരുന്നു എന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചത് പശു നമുക്ക് പാല് തരുന്നു എന്നാണ്. എന്നാൽ പശു നമുക്ക് വോട്ട് തരുന്നു, പശു നമുക്ക് ഭരണം തരുന്നു, പശു നമുക്ക് ഇതാ കാലാകാലത്തേക്കുള്ള മാൻഡേറ്റ് തരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയൊരു കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഗായ് ഹിന്ദു ഹോ ഗയി, പശു ഇന്ന് ഇതാ ഹിന്ദുവായി കഴിഞ്ഞിരിക്കുന്നു. ബക്കര മുസൽമാൻ ബൻഗയ, ഇന്ന് മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു. ആടെന്ന് പറയുന്ന മൃഗം നാരിയൽ ഹിന്ദു ബൻഗയി, ഇന്ന് നാളികേരം ഹിന്ദുവാണ്. ഖജൂർ മുസൽമാൻ ബൻഗയ, ഈത്തപ്പഴം ഇഫ്താറിലൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയായതുകൊണ്ട് ഈത്തപ്പഴം ഇന്ന് മുസ്ലിമായി പോയിരിക്കുന്നു. അതുകൊണ്ട് മതങ്ങളെ തമ്മിലുള്ള ചേരിതിരിവുകൾ മനുഷ്യരിൽ നിൽക്കുന്നില്ല, വസ്തുക്കളിലും സസ്യങ്ങളിലും മൃഗങ്ങളിലും വരെ എത്തി നിൽക്കുന്ന വളരെ ഭീതിതമായൊരു സാഹചര്യത്തെ ഇനി അത് രാഷ്ട്രീയ വിഷയങ്ങളുടെ റിപ്പോർട്ടിങ്ങിലേക്ക് കടന്നാൽ മാധ്യമങ്ങളെ പോലും അത് ഹിന്ദുത്വ മാധ്യമങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളോട് ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ കവിത ഇവിടെയും നിൽക്കുന്നില്ല എന്നാണ്. സി ന്യൂസ് ഹിന്ദു ഹോ ഗയി, NDTV മുസൽമാൻ ബൻ ഗയ എന്നാണ്. ഇപ്പോ ZTV മുസ്ലിമായി ഹിന്ദുവായി തീർന്നിരിക്കുന്നു, NDTV മുസൽമാനായി തീർന്നിരിക്കുന്നു. എന്തെങ്കിലും നിഷ്പക്ഷ റിപ്പോർട്ട് നടത്തിയാൽ NDTV പോലും മുസൽമാനായി തീരുന്ന, അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പേർത്തും സംസാരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിന്റെ അപകടത്തെക്കുറിച്ച് ഇവിടുത്തെ പൗരസമൂഹത്തിന് ആലോചിക്കാൻ ബാധ്യതയുണ്ട്. ഇതേതെങ്കിലും കൂട്ടർ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ സ്വഭാവം മാറ്റിയാൽ, അവരുടെ സ്വഭാവത്തിലുള്ള
ശുദ്ധീകരണം നടത്തിയാൽ അവർക്ക് പരിഹരിക്കാൻ കഴിയാവുന്ന ഒന്നാണ് എന്ന് മുസ്ലിമുകളായ ആളുകൾ പോലും ഇസ്ലാമോഫോബിയയെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് തെറ്റായ ഒന്നാണ്. അത് ഇസ്ലാമോഫോബിയയുമായിട്ടല്ല അതിന് നേരിട്ടുള്ള ബന്ധമുള്ളത്. ഏത് സമൂഹത്തിൽ എന്ന പോലെ, ഏത് മതസമൂഹത്തിൽ എന്ന പോലെ, ഏത് മത അനുയായികളിൽ എന്ന പോലെ എല്ലാവരിലും പുഴുക്കുത്തുകളും അത്തരത്തിലുമുള്ള വീഴ്ചകളുമുള്ള ആളുകളുണ്ട്. എന്നാൽ ഇസ്ലാമിനെ നാട്ടക്കുറിയാക്കിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഈ രാഷ്ട്രീയ ആക്രമണത്തിൽ, അതിന്റെ മെറിറ്റിൽ, അതിന്റെ ഡ്യൂ ഇമ്പോർട്ടൻസിൽ, അതിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സംഘപരിവാറിനെ തന്നെ അടയാളപ്പെടുത്തുന്നിടത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാൽക്കം എക്സിനെ പോലെയുള്ളവർ അമേരിക്കൻ ബ്ലാക്സിന്റെ വിഷയം പറയുന്ന സമയത്ത് നീഗ്രോകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് തന്നെ ഹൗസ് നീഗ്രോയെ കുറിച്ചും ഫീൽഡ് നീഗ്രോയെ കുറിച്ചും പറയുന്നുണ്ട്. ഹൗസ് നീഗ്രോ എന്നാൽ വെള്ളക്കാരന്റെ അടിമപ്പണിയെടുത്തുകൊണ്ട് വീട്ടിൽ വീട്ടുജോലി ചെയ്യുന്ന നീഗ്രോയാണ്. എന്നാൽ ഫീൽഡ് നീഗ്രോയുണ്ട്, അങ്ങ് പണിപ്പാടത്ത് പണിയെടുക്കാൻ വിധിക്കപ്പെട്ട എല്ലാവിധ ആട്ടും തുപ്പലും സഹിച്ച് കഠിനമായ കൊടും വെയിലിൽ പണിയെടുത്ത് തളരുന്ന നീഗ്രോയുണ്ട്. എന്നാൽ ഫീൽഡ് നീഗ്രോ മനസ്സിലാക്കുന്ന വേദന ഹൗസ് നീഗ്രോക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഒരേ സമയം ശത്രുവാണ് ഭരിക്കുന്നതെങ്കിൽ പോലും, തന്റെ ശത്രുവാണ് മുതലാളിയെങ്കിൽ പോലും, മുതലാളി തന്റെ ശത്രുവാണെന്നറിയാനുള്ള സെൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഇരകളുടെ അവസ്ഥയെക്കുറിച്ച് മാൽക്കം എക്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫീൽഡ് നീഗ്രോയേക്കാൾ വൈറ്റ് ഹൗസ് നീഗ്രോകൾക്ക് ഈ രാഷ്ട്രീയ ജാഗ്രത നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾക്കും ഈ വിഷയകമായുള്ള ജാഗ്രത കുറവ് അവർക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. ഈ യുക്തിയെ കടമെടുത്ത് സംസാരിക്കുമ്പോഴാണ് 20% അതല്ലെങ്കിൽ 20% താഴെയുള്ള വെള്ളക്കാർക്ക് എങ്ങനെയാണ് കാലാകാലങ്ങളായി സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ പറഞ്ഞ അപ്പാർത്തൈഡ് തുടരാനുള്ള മാൻഡേറ്റ് ലഭിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. 80% വരുന്ന ഒരു സൊസൈറ്റി, 80% വരുന്ന കറുത്തവരെ 20% വരുന്ന വെള്ളക്കാർ എങ്ങനെയാണ് അടക്കി ഭരിച്ചത് എന്നുള്ള ചരിത്രം നമ്മൾ ആലോചിക്കുമ്പോഴാണ് അവർക്കിടയിൽ ഇത്തരത്തിലുള്ള സെപ്പറേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ, അവർക്കിടയിൽ ഇത്തരത്തിൽ തങ്ങളുടെ ശത്രുവിനെ പുകമറക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ശത്രുവുണ്ടോ, ഫാസിസം ഉണ്ടോ, ഫാസിസം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയോ, ഇവിടെ വംശഹത്യ എത്തിയോ, വംശഹത്യ അത്ര തീവ്രതയിലുണ്ടോ, ഇതൊക്കെ അവിടെയും ഇവിടെയും കാണുന്ന ചില സംഗതികളല്ലേ. ഇതിലും വലിയ എന്തൊക്കെയോ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് മുമ്പിലുള്ള സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയെ അതിഗുരുതരമായി മനസ്സിലാക്കേണ്ടതിന് പകരം വില കുറച്ച് കണ്ടാൽ സംഭവിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 19% വരുന്ന വെള്ളക്കാർക്ക് കാലാകാലങ്ങളായി നെൽസൺ മണ്ടേല വരുന്നത് വരേക്കും അവർക്കവരെ അവരുടെ അടിമത്തത്തിൽ തളച്ചിടാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ജാഗ്രത എന്നുള്ളത് ഒരേ സമയം റിസീവിംഗ് എൻഡിൽ നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചും വളരെ അടിസ്ഥാനപരമായ ബാധ്യതയായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ കാണുന്നു. ദാദ്രിയിലെ അഖ്ലാഖ് കൊല്ലപ്പെട്ട ചരിത്രം നമ്മൾ പറയുന്നു. ദാദ്രിയിൽ അഖ്ലാഖ് കൊല്ലപ്പെട്ടത് ഒരു പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പെരുന്നാളിന്റെ 2ാമത്തെ ദിവസമാണ് ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു വയോവൃദ്ധൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കൈവശം ബീഫ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആരോപണമാണ്. നിങ്ങൾ അറിയണം, ദാദ്രി എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് 150 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഉത്തർപ്രദേശിൽ ഒരു പ്രദേശം ഇന്ന് മുസ്ലിമുകൾ ആരുമില്ലാത്തൊരു പ്രദേശമായി മാറിയിട്ടുണ്ട്. അവിടെ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല കൊല്ലപ്പെട്ടത്, അവിടെ നിന്ന് 150ഓളം വരുന്ന കുടുംബങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദാദ്രിയിലെ 2 മസ്ജിദുകൾ ഇപ്പോഴും ബാങ്ക് കൊടുക്കാതെ തുടരുന്നുണ്ട് അഖ്ലാഖിന്റെ മരണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു മരണത്തിലൂടെ സംഭവിക്കുന്നത് ഒരു അഖ്ലാഖിന്റെ ജീവൻ നഷ്ടപ്പെട്ടതാണെന്ന് അതിനെ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അതിന് ജാഗ്രത കുറവായോ അതല്ലെങ്കിൽ രാഷ്ട്രീയ നിരക്ഷരതയായോ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളത് എന്നതാണ്. അതിലും കൗതുകകരമായ രസകരമായ മറ്റൊരു കാര്യം, മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെടുന്നത് ഈദിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക്, അയൽവാസികൾക്ക് സദ്യ കൊടുത്തതിന് ശേഷം ആ സദ്യ കഴിച്ച് പോയ അയൽവാസികളാൽ തല്ലിക്കൊല്ലപ്പെട്ടിട്ടാണ് എന്ന് പറയുമ്പോഴാണ്
എത്രമേൽ എത്തിയിരിക്കുന്നു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആഴമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ജാൻ മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത്, ഈ അയൽവാസികൾ ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വന്ന കൂട്ടർ തന്നെ ഇന്നലെ നിങ്ങൾ കഴിച്ചത് ബീഫാണെന്ന് പറഞ്ഞും ഇന്നലെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ ബീഫ് കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞും ഏകദേശം തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ യാതൊരുവിധ ലക്കും ലഗാനുമില്ലാതെ അഴിച്ചുവിടപ്പെട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കപ്പെട്ട ഇത്തരം ആക്രമണങ്ങളുടെ കൊടിയ കെടുതികൾ മുസ്ലിം സമൂഹത്തിന് മേൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് നിയമപാലന സംവിധാനമുണ്ട്, നിയമം വിധിക്കുന്നവരുണ്ട്, ഇവിടുത്തെ ജുഡീഷ്യറി ഉണ്ട്. ഈ വിഷയത്തെ അതിന്റെ മെറിറ്റിൽ അവർക്ക് സമീപിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് പോലീസുകാരോട് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ നിയമം വിധിക്കുന്നവരോട്, ഇവിടുത്തെ ജുഡീഷ്യറിയോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെക്കുറിച്ചുള്ള, ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കൃതിയെയും അതല്ലെങ്കിൽ കെട്ടുറപ്പുള്ള അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നവും മുൻനിർത്തി സംസാരിക്കുന്നവർക്ക് ഈ വിഷയത്തെ അതിന്റെ ഡ്യൂ മെറിറ്റിൽ പരിഗണിക്കാൻ ബാധ്യതയുണ്ട് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പെഹ്ലുഗാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏപ്രിൽ 1 കുറിച്ച് ആലോചിക്കണം. ഏപ്രിൽ 1 പറഞ്ഞാൽ ഏപ്രിൽ 1 എന്നാൽ ഒരു വിഡ്ഢി ദിനത്തിന്റെ, ഏപ്രിൽ ഫൂളിന്റെ പേരല്ല. ഇന്ത്യയിലെ ഒരു കന്നുകാലി കർഷകൻ, ഒരു ക്ഷീര കർഷകൻ, അദ്ദേഹത്തിന്റെ ഉപജീവനാർത്ഥം 2 പശുക്കളെ കൊണ്ടുവന്നപ്പോ അതിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെട്ട ഒരു ദിവസത്തിന്റെ പേരാണ് ഏപ്രിൽ ഫൂളിന്റെ പേരല്ല ഏപ്രിൽ 1 ഏപ്രിൽ 1 എന്ന് പറയുന്നത് പെഹ്ലുഗാൻ കൊല്ലപ്പെട്ട ദിവസത്തിന്റെ പേരാണ്. പെഹ്ലുഗാൻ കൊല്ലപ്പെട്ട ദിവസത്തെക്കുറിച്ചും ആ ദിവസത്തിന്റെ സന്ദർഭത്തെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ പെഹ്ലുഗാന്റെ മകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഇർഷാദ് ഞങ്ങളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നെ ഇതിന്റെ ഭീകരതയേക്കാൾ, ഇക്കാണുന്ന അടിയുടെയും മർദ്ദനത്തിന്റെയും 2 ദിവസത്തിന്റെ ICU വാസത്തിന് ശേഷം എൻ്റെ പിതാവ് മരണപ്പെട്ടതിനേക്കാളും എന്നെ വേദനിപ്പിച്ച യാഥാർത്ഥ്യം എന്നുള്ളത് എൻ്റെ അയൽവാസിയായ അർജുൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോടൊപ്പമാണ് ഞാനും എൻ്റെ പിതാവും അൽവറിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന് 2 പശുക്കളുമായി ഹരിയാന ബോർഡർ വഴി നൂഹിലേക്ക് ഞങ്ങൾ യാത്രയായത്. നൂഹ് എന്ന് പറയുന്ന പ്രദേശത്തുകാരനാണ് പെഹ്ലുഗാൻ. പക്ഷേ അടി തുടങ്ങിയപ്പോ, എനിക്കും എൻ്റെ പിതാവിനും അടി കിട്ടാൻ തുടങ്ങിയപ്പോ എൻ്റെ അയൽവാസിയായ സുഹൃത്ത് പറഞ്ഞു, എന്നെ തല്ലാതെ വിടണം, കാരണം ഞാൻ ഹിന്ദുവാണ് എന്ന്. അങ്ങനെ പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സാമൂഹിക സാഹചര്യം നിർമ്മിക്കപ്പെട്ടതിനെ കുറിച്ച് ഇവിടുത്തെ പൗരസമൂഹത്തിന് വേവലാതിയില്ല എങ്കിൽ എന്ത് മഹിതമായ ജനാധിപത്യത്തെ കുറിച്ചാണ് വായ് നിറയെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തിൽ ആലോചിക്കാൻ ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ജാഗ്രത അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും പലർക്കും. രാഷ്ട്രീയ പാർട്ടികൾ പല വിഷയത്തിൽ അവരുടേതായ, കേരളത്തിലെ മുൻ MLA ഈ വിഷയവുമായി നടത്തിയ അവസാനത്തെ പ്രസ്താവനയാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇസ്ലാമോഫോബിയയുടെ മൊത്ത കച്ചവടക്കാരനാണ് എന്ന് നമ്മളിപ്പോൾ പത്രപ്രസ്താവന ഇറക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം മുസ്ലിം വീട്ടില് മരണം നടന്നാൽ 3-ാമത്തെ ദിവസം യാസീൻ ഖുർആനിന്റെ 1-ാമത്തെയും 2-ാമത്തെയും ജുസ് അടക്കം കാണാതെ പഠിച്ചിട്ടുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അവിടുന്നും ഇവിടുന്നും തോണ്ടി സംസാരിക്കുന്ന തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു കാലത്ത് മുസ്ലിങ്ങളോടൊപ്പവും ഒരു കാലത്ത് ക്രൈസ്തവ സഭകളോടൊപ്പവും ഇപ്പോൾ ഹിന്ദുത്വ ഭീകരവാദികളോടൊപ്പവും നിലനിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ചെറിയൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, പൂഞ്ഞാറിലൊരു സീറ്റിന് വേണ്ടി ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച്, കേരള മുസ്ലിങ്ങളെ കുറിച്ച് ഇത്ര നുണ പറയാൻ, അത്ര വലുപ്പത്തിൽ, അത്ര എളുപ്പത്തിൽ അത് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സവിശേഷമായി ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. നിയമസഭയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. നിയമസഭയിൽ സംഘപരിവാറിന് സീറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സംഘപരിവാർ യുക്തിയെ താലോലിക്കുന്ന ഒരു സംഘപരിവാറിനോളം എത്തുന്ന ഒരു മനസ്സില്ലെങ്കിലും സംഘപരിവാറിന് സുഗമമായ ഒരു പാതയൊരുക്കുന്ന ഒരു ഇസ്ലാമോഫോബിക് ഗ്രൗണ്ട് കേരളത്തിൽ ഇവിടത്തെ ഭരണകൂട ഒത്താശയോട് കൂടെ വരുന്നുണ്ടോ എന്ന് ഇവിടത്തെ ആളുകൾ ഇരുന്നാലോചിക്കേണ്ടതുണ്ട് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത്. അതുകൊണ്ടാണ് സംഘപരിവാറിന്റെ വാദങ്ങൾ മുഴച്ചു നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഹലാൽ വിവാദം വന്നപ്പോ തലശ്ശേരിയിലെ MLA പറഞ്ഞ വാക്കാണ് നമ്മൾ കേട്ടത്. ഷംസീർ MLA നമ്മളോട് പറഞ്ഞത്, മതനേതാക്കൾക്ക് ആ ഹലാൽ ബോർഡ് എന്ന് എടുത്തു വെച്ചാൽ പറഞ്ഞാൽ പോരെ എന്നാണ് നമ്മളോട് ഉപദേശിക്കുന്നത്. തൽക്കാലം ഇസ്ലാമിന്റെ മൊത്തക്കച്ചവടം നമ്മൾ
നമ്മൾ ഇവിടുത്തെ മതേതര യുക്തിക്ക് വിട്ടുകൊടുത്തിട്ടില്ലാത്തത് കൊണ്ട്, അവരുടെ ഉപദേശങ്ങളും തിട്ടൂരങ്ങളും സ്വീകരിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട്, ഇവിടുത്തെ ജനാധിപത്യവും ഇവിടുത്തെ ഭരണകൂടവും ജാമ്യം നിൽക്കുന്ന അവകാശത്തിൽ അപ്പുറമായി ഇവന്മാരുടെയൊന്നും ഒരു ഔദാര്യവും നമ്മൾ ചോദിക്കാത്തത് കൊണ്ട്, അതിൽ നിന്ന് അഭിമാനപൂർവ്വം നമ്മൾ പറയുന്നു, അതിൽ നിന്ന് നമ്മൾ സംഘപരിവാറിനെ എതിർക്കുന്നതോടൊപ്പം സംഘപരിവാറിനെ രാഷ്ട്രീയമായി എതിർക്കുന്നു എന്ന് പറയുന്ന ഈ കുബുദ്ധികളോട് നമ്മൾ ആ വിഷയത്തിൽ സംഘപരിവാറിന് പാതയൊരുക്കുന്നതിനെ കുറിച്ച് സഹതാപത്തോടൊപ്പം അങ്ങേയറ്റത്തെ അമർഷത്തിന്റെ ഭാഷയിലും നമ്മൾ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ബാധകമാകുന്ന ചില സമവാക്യങ്ങൾ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും നമ്മൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കണ്ടത്. കേരളത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും. ഒരു കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ അതിന്റെ മെറിറ്റിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അധികാരത്തിലേറിയിരുന്നത്, രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കിയിരുന്നത്, തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുപിടിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് വ്യത്യസ്ത മതസമുദായങ്ങളെ, വ്യത്യസ്ത കൂട്ടരെ പരസ്പരം എങ്ങനെ അകറ്റിയിരുത്താമെന്നും അവരെ അകറ്റിയിരുത്തുന്നതിന്റെ ഫലമായി തങ്ങളുടെ വോട്ട് ബാങ്ക് എങ്ങനെ ഉറപ്പിക്കാമെന്ന് സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കളിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വഴി നടത്തുന്നത് ഭീകരമായൊരു യാഥാർത്ഥ്യത്തിലായിരിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഈ സന്ദർഭം സോളിഡാരിറ്റി ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വഖഫ് വിഷയമാകട്ടെ, സ്കോളർഷിപ്പ് വിഷയമാകട്ടെ, അതല്ലെങ്കിൽ സച്ചാർ കമ്മിറ്റി ശുപാർശകളുടെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ എന്തെന്തൊക്കെ വിവാദങ്ങൾ കൂടെ കൂടെ ഇനിയും വരാനിരിക്കുന്നു, മാൾ ജിഹാദും മാർക്ക് ജിഹാദും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. നമ്മൾ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ സഭകളോട്, ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളോട് നമുക്ക് പറയാനുണ്ട്. നേരത്തെ ഹൈന്ദവ സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ എന്നുള്ളത് നിങ്ങൾ നക്കിക്കൊടുത്താൽ ആ നിലയിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഓശാന പാടിയാൽ തൃപ്തരാകുന്ന ഒരു കൂട്ടരല്ല. ഉന്മൂലനം കൊണ്ട് മാത്രം തീരുന്ന തൃഷ്ണയാണ് സംഘപരിവാറിൻ്റെതെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു ബോധം സംഘപരിവാറിനെ കുറിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും സമയത്തെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ ഏതെങ്കിലും കൂട്ടം നടത്തുന്ന അബദ്ധ പ്രസ്താവനയ്ക്ക് പുറമെ നമ്മളുടെ സഹോദരന്മാർ അങ്ങനെ പോകുമെന്ന് നമ്മൾ അവരെ കുറിച്ച് കരുതുന്നില്ല. പക്ഷേ അങ്ങനെ നയിക്കുന്ന കുബുദ്ധികൾ അവർക്ക് മുന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർ ധൈര്യം കാണിക്കണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് കേരളത്തെ മുൻനിർത്തി അപകടകരമായ സാമൂഹിക സാഹചര്യത്തെ എപ്രകാരം ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂട്ടായി ഒരു പൗരസമൂഹം എന്നുള്ള നിലയിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ നിയമപാലകർ, ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ പൗരസമൂഹത്തിലെ ഓരോരുത്തർക്കും ഈ വിഷബീജത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ മുന്നുപാധിയായി മുസ്ലിം വിദ്വേഷത്തെ കാളകൂടം കണക്കെ കൂടെ കൂടെ വമിപ്പിച്ച് വിഷലിപ്തമായ അന്തരീക്ഷം ഒരുക്കി അതിൽ നിന്ന് കുളം കലക്കി മീൻ പിടിച്ച് മീൻ പിടിക്കുക മാത്രമല്ല കുളം വറ്റിക്കാനും ഇവർക്ക് ആഗ്രഹമുണ്ട് എന്ന് ഇവരെ കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് സംഘപരിവാറിനെ ലോകത്തെവിടെയും ഫാസിസം ലോകം നിർമ്മിച്ച ചരിത്രമില്ല, സംസ്കൃതികൾ ഉണ്ടാക്കിയ ചരിത്രമില്ല, ചരിത്രം നിർമ്മിച്ച ചരിത്രമില്ല. മറിച്ച് എല്ലാം തച്ചു തകർത്ത സംഹാരാത്മകമായ എല്ലാറ്റിനെയും ഇല്ലാതാക്കിയ ചരിത്രമാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസ്റ്റായ അമേരിക്കക്കും കമ്മ്യൂണിസ്റ്റായ റഷ്യക്കും ഒരു വേള ഹിറ്റ്ലറിന്റെ ജർമ്മനിക്കെതിരെ ഒരുമിക്കേണ്ടി വന്നത് എന്ന് സംഘപരിവാറെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒപ്പം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ആ നിലയിൽ തന്നെ സുരക്ഷിതത്വ ബോധം ഈ നാടിനെ കുറിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഇവിടത്തെ എല്ലാ നിയമ സംവിധാനങ്ങളുടെയും ബാധ്യതയാണ്. ഇവിടത്തെ മുസ്ലിം സമൂഹം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ മുസ്ലിം സമൂഹം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട്, സെഷൻ കോർട്ടിൽ വിശ്വസിക്കുന്നുണ്ട്, ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും വിശ്വസിക്കുന്നുണ്ട്. അവിടെയുള്ള വ്യവഹാരങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്. ആ വ്യവഹാരങ്ങളിൽ ഇടപെടുന്നതിൽ അർത്ഥമില്ല എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് അപകടകരമായൊരു പ്രവണതയാണ്. അത് മുസ്ലിം സംഘടനകൾ വിചാരിച്ചാൽ നിർത്താൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ രചനാത്മകമായ എല്ലാ വശങ്ങളിലും തങ്ങൾക്ക് പങ്കുണ്ടെന്ന് കരുതി ഇവിടത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ തുല്യ പരിഗണന നൽകി അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടത്തെ പൗരസമൂഹത്തിനുണ്ട്. ആ നിലയിൽ മുന്നോട്ട് പോകുന്ന പക്ഷം തന്നെയാണ്
നമുക്ക് ഈ രാജ്യത്തെക്കുറിച്ചുള്ള, ഈ രാജ്യത്തിൻ്റെ ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വ്യത്യസ്തമായ വൈവിധ്യങ്ങളെക്കുറിച്ച് 600 കിലോമീറ്ററിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭാഷയെയും സംസ്കാരത്തെയും വേഷവിധാനങ്ങളെയും കുറിച്ച് നമുക്ക് അഭിമാനത്തോടുകൂടി ലോകത്തിന് മുമ്പിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. ആ നിലയിൽ തന്നെ ഇസ്ലാമോഫോബിയയെ പൊതുസമൂഹത്തിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായി അവർ ആ നിലയിൽ ഇത്ര വലിയൊരു ക്രിമിനൽ കുറ്റമായി ആ നിലയിൽ അത് മനസ്സിലാക്കണമെന്നും, മാത്രമല്ല നമ്മളുടെ MLA MP-മാരടക്കമുള്ള നമ്മളുടെ എല്ലാ ജനപ്രതിനിധികളോടും ആ ഒരു ആവശ്യം, അവരുടെ പരിമിതമായ സംഘപരിവാർ കാലത്ത് പരിമിതമായ അംഗബലമാണ് അവർക്കുള്ളതെങ്കിലും അത് ഡിമാൻഡ് ദ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ആഹ്വാനമാണെങ്കിൽ കൂടി അവരത് പറഞ്ഞു മുന്നോട്ട് പോകണമെന്ന് സോളിഡാരിറ്റി ആവശ്യപ്പെടുന്നു.